തലമുറകളുടെ ഓർമ്മകളാണ് കല്ലാർ സ്കൂൾ. ഒരേ സ്കൂളിൽ തന്നെ 3ഉം 4ഉം തലമുറയിൽപ്പെട്ടവർ പഠിച്ച പാരമ്പര്യമാണ് ഈ വിദ്യാലയത്തിന് പങ്കുവെക്കുവാനുള്ളത്. ഈ സ്കൂളിൽ പഠിക്കാത്ത ഒരു കുടുംബം പോലും പട്ടം കോളനിയിൽ ഇല്ല എന്നതും ഈ സ്കൂളിന് മാത്രം അവകാശപ്പെടാവുന്ന മേന്മയാണ്. പഴയ കാലഘട്ടത്തിന്റെ മധുരമൂർന്ന ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3 തലമുറയുടെ ഇതാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ അമ്മ പഠിച്ച സ്കൂള്, ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ കുട്ടികൾ 2 പേര് പഠിച്ച സ്കൂള് അങ്ങനെയുണ്ട്. ഞാൻ 1987-88 ബാച്ചിലാണ്. അന്ന് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഒരു നിയമം കൊണ്ടുവന്ന SSLC മാറ്റി SSC ആക്കുന്നൊരു കാലഘട്ടമുള്ളൂ. അത് ആ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു SSC ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. അതിനുശേഷം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ഇടജിറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾക്കറിയാം, അന്നത്തെ കാലത്ത് 5 പൈസ 10 പൈസ വില കൂട്ടായി അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒത്തിരി മധുര സ്മരണകൾ അയവിറക്കാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഈ സ്കൂളിന്റെ കാലഘട്ടം. ഈ ഓർമ്മകൾ തന്നെയാണ് സ്കൂളിനെ മധുരമുള്ളതാക്കുന്നത്. യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. അന്ന് ഞങ്ങളെയൊക്കെ ബാച്ചിലെന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ഇന്നത്തെ മൊബൈൽ സൗകര്യങ്ങളോ മറ്റു വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ ഓർക്കുന്നത്, അന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ 10 മണിക്കാണ് മരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അറിയുന്നത് 3 മണിയാകുമ്പോഴാണ്. അത്ര വാർത്താ സംവിധാനം കുറവുള്ള ഒരു കാലഘട്ടത്തിലൂടെ പഠിച്ചു വന്നതാണ് ഞങ്ങൾ. ഇന്ന് വിദ്യാഭ്യാസ സമയക്രമത്തെയൊക്കെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നടക്കുമ്പോൾ സൗകര്യമില്ലാതിരുന്നതിന്റെ പേരിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടി വന്ന ഒരു തലമുറയുടെ ചരിത്രം കൂടി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുണ്ട്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് സ്കൂളിൽ പഠിക്കുന്നത്. രാവിലെ 8:45 മുതൽ 12 വരെ പെൺകുട്ടികൾക്കും 12:45 തൊട്ട് 5 മണി വരെ ആൺകുട്ടികൾക്കും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. കാരണം അതിനുള്ള സൗകര്യങ്ങളെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് വളരെ വിപുലമായ ഹൈടെക് സംവിധാനത്തോടുകൂടിയ കെട്ടിടങ്ങൾ, ഹൈടെക് സംവിധാനത്തോടുകൂടിയ ക്ലാസ് റൂമുകൾ, വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും, ബസ് സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ സ്കൂളിൻ്റെ 20ാം വാർഷികം എന്ന് പറയുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു മുത്തച്ഛനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവരുടെ സപ്തതി ആഘോഷം എങ്ങനെ നടത്തുന്നു അതുപോലെ തന്നെ നടത്തേണ്ട ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നു. അത് ഈ നാടിന്റെ സ്പൾസാണ് ഈ സ്കൂള്. അതെ, ഈ വാക്കുകൾ തന്നെയാണ് ഓരോ പട്ടം കോളനിക്കാരനും നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് പറയുവാനുള്ളത്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.